നമ്മൾ അങ്ങോട്ട് പോകുന്നറിയോ? കുറുക്കൻ്റെയും കോഴീൻ്റെയും കല്യാണം കൂടെ. അതിവള് ഞാൻ അങ്ങോട്ടല്ല. വീടിന്റെ ഫ്രണ്ട് ഭാഗത്ത് നിറയെ പൂ വിരിഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങൾക്കറിയാം, ഞങ്ങൾ കുറെ ഫോട്ടോ കിട്ടിയ, നിങ്ങളൊക്കെ ചേർന്ന് നോക്ക്. മഴ ചെറുതായിട്ട് തൂളുന്നുണ്ട്, എന്നാൽ ചെറിയ വെയിലും ഉണ്ട്. കുറുക്കൻ്റെ കോഴീൻ്റെ കല്യാണം അതിന് ചേച്ചിയാണ് മെയിനായിട്ട് പോകുന്നത്. ഞാൻ കൂടെ പോകും. അപ്പം മെയിനായിട്ട് നമ്മൾ ഈ ചെടിയല്ല, ഈ പൂ പറിച്ചെടുത്തിട്ട് ഒരു വെള്ള മുണ്ടിൽ അറ്റാച്ച് ചെയ്ത് ഇങ്ങനെ മടക്കി വെച്ചിട്ട് അല്ലേ, ഇതുകൊണ്ട് കുഞ്ഞിപ്പെണ്ണിനെ ഒരു ഉടുപ്പടിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പം അതിനുവേണ്ടി നമുക്ക് ആദ്യം പൂ പറിക്കാം. നമുക്ക് ഇരിക്കാം, ഇരുന്ന് ഫോട്ടോ എടുക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. ആരും ആക്കി വെച്ചതെന്ന് അറിയില്ല. ഇന്നലെ ഞങ്ങൾ ഫോട്ടോ എടുത്തപ്പോൾ കല്ലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഓരോ പോസ് കാണിച്ചതാണ്. കഴിഞ്ഞോ? അതാരാ ഹോസ് ഇടുന്ന് ഇങ്ങോട്ട് പാടുന്നത്? പറക്കേ, വലിയ മഴ വരുന്നതിന് മുന്നേ പോവാം. അങ്ങോട്ടേക്ക് വലിയ മഴയാണ് ഗൈസ്. പക്ഷെ മഴയാണെന്ന് വലിയ മലയാണ്. എന്താലേ നിങ്ങൾ ഞങ്ങളുടെ സെന്റ് വീഡിയോ ഒക്കെ കാണുന്നുണ്ട് ഞങ്ങൾക്കറിയാം. എന്തായാലും ഒന്ന് ഫോളോ ഒക്കെ ചെയ്ത് വെച്ചേക്കുക. ഇനി ഞങ്ങളുടെ ഓരോ കോപ്രായം എല്ലാം കാണാം. എൻ്റെ കോപ്രായില്ല, ഇവളുടെ കോപ്രായം. ഇവളാണ് ഫുള്ള് ഇത് മെനകേടാക്കുന്നത്. ഇവിടെ മുഴുവൻ ഈ പൂവാണ് കേട്ടോ. ഇവിടെ മാത്രമല്ല. അങ്ങനെ മതി, അത് തണ്ട് വേണ്ട. പറക്കേ, ഞാൻ ഇവിടെ കൂടെ ഒന്ന് കാണിച്ചിട്ട് വരാം. അങ്ങോട്ടും പൂവാടി, ഇത് കണ്ടോ? ഇങ്ങോട്ട് വാ, അത് പറക്കണ്ട വേണ്ണേ. ഇവിടെ നിന്ന് പറിച്ചാൽ മതി. ഇവിടെ നിറയെ പൂവുണ്ട്. ഇത് വയനാട്ടിൽ മാത്രം കാണുന്ന ഒരു പ്രതിഭാസമാണ്. അടിപൊളി അല്ലേ? ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്ക്, എന്ത് ഭംഗിയാന്ന്. ഇവിടെയൊക്കെ കുറെ പേര് ഫോട്ടോ എടുക്കാൻ പറ്റുന്നില്ലേ? കളയണ്ട, നമുക്ക് ഇവിടെ പറിച്ചാൽ മതി. ഇവിടുന്നാണെങ്കിൽ അധികം ആൾക്കാർ ഫോട്ടോ എടുക്കുന്നില്ല. ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുക്കാൻ ആൾക്കാർ വരുന്നതാണ് ഗൈസ്. അതുകൊണ്ട് നമുക്ക് അവിടെ പറിക്കാണ്ട് ഇവിടെ പറിക്കാം. ഇങ്ങനെ വിട്ട് നിൽക്കുന്നവിടെ നിന്ന് പറിച്ചാൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവട്ടെ അല്ലേ? റീച്ചൊക്കെ എല്ലാവർക്കും കൊണ്ട് നമുക്ക് മാത്രം കൂടി പോരല്ലോ. നല്ലൊരു നന്നാവട്ടെ. ഇത് ഭയങ്കര വെയിലൊക്കെ ആകുന്ന സമയത്ത് ഇതിനകത്ത് ഒറ്റയില ഉണ്ടാവില്ല. അപ്പോൾ അത് കാണാൻ ഭയങ്കര ഭംഗിയും. ഈ മരം ഏതോ ഒരു മരം ഉണങ്ങി നിൽക്കുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. അത് ഇത് തന്നെ, ഈ മരം. പക്ഷെ ഉണങ്ങി നിൽക്കും, ഇലയൊന്നും ഉണ്ടാവില്ല, നിറച്ചും പൂവായിരിക്കും. പൂവോ? അത് വാഗിയാണോ? അല്ല, ഈ ചെന്നത്തെ ഇലയില്ല, ഒരു ചെറിയൊരു പൂ പോലെ നിറച്ച് ഇങ്ങനെ. അത് ഇവിടെ എവിടെയും ഉണ്ട്. ഞാൻ കുറച്ച് ദിവസം മുന്നേ കണ്ടു. അത് പേരുണ്ടല്ലേ തലയില്? കൊറേ ഉണ്ട്. തല പുഴുത്തിരിക്കുക. പിടിച്ചേരണേ പേമ്പുഴുത്തി. ചേച്ചി എന്റെ തല നിറച്ചും ധാരണ. നമുക്ക് റെഡിയാക്കാം. ബാ, മതിയോടി? അത് മതി, പോരെ? ഇതിനകത്ത് എന്താ കൂടുതൽ മൊട്ട്? പറക്കി മഴ വരുന്നുണ്ട്. മഴ വരുന്നുണ്ട് അവറാച്ച. അങ്ങനെയല്ലല്ലോ, അത് മിസ്റ്റേക്ക്. അങ്ങനെ ബൊക്കെ ഉണ്ടാക്കിയിരിക്കാൻ നോക്കുവോ? ഇങ്ങനെ ബൊക്കെ ഉണ്ടാക്കി പോരെ. അടുത്ത് തന്നെ ആന്റിയുടെ അങ്കിളുടെ വെഡിങ് ആനിവേഴ്സറി സീക്രട്ട് ഷൂട്ട് എടുക്കുന്നതാണ്. ഇവരെ എന്തെങ്കിലും കണ്ടാൽ നമ്മുടെ പ്ലാൻ, അതുകൊണ്ട് നമ്മൾ തൽക്കാലത്തേക്ക് പ്ലാൻ പറയുന്നില്ല. അത് നമ്മളെടുത്ത് പറയുന്നതായിരിക്കും. അതെ, എല്ലാം അറിയിക്കുന്നതായിരിക്കും. നല്ല കാറ്റല്ലേ, നല്ല വൈകുന്നേരം ഇവിടെ വരാം. അടിപൊളി. ഇപ്പോഴും കുഴപ്പമില്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ. മറ്റേ പണ്ടത്തെ സ്റ്റൈല്. ഇവിടെ നിന്നില്ലേ മേഘം കാണാൻ നല്ല രസമുണ്ട്. ഒരു വൈറ്റും ഈ മല ഇവള് കേറി ഈ ദുഃഖവെള്ളിയാഴ്ച അല്ലേ? കഴിഞ്ഞ ദുഃഖവെള്ളിയാഴ്ച ആദ്യമായിട്ട് മല കയറി അവള്.